ഹായ് കാർത്തിക. ഹലോ. കാർത്തിക എസ് ഉണ്ണി. കാർത്തിക എസ് ഉണ്ണി. നെടുമങ്ങാട് കരിപ്പൂര് ഇരുമരത്ത് ജംഗ്ഷനിലാണ് വീട്. ഞാൻ നെടുമങ്ങാടാണ്. മന്നൂർക്കോണത്താണ് കേട്ടോ. അപ്പം നമ്മുടെ ആ വഴിയെന്ന് പറയുന്നത് ആ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ബൈക്കിലും കാറിലും ഒക്കെ പോകുന്നത് അതുവഴിയാണ്. ബസ് ഇടയ്ക്ക് മാത്രമേ അതിനകത്തൂടെ വരുന്നുള്ളൂ. മറ്റേത് മെയിൻ വഴിയാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ നാട്ടുകാരാണ്. നാട്ടുകാരിയായ പാട്ടുകാരി അങ്ങനെ കൊടുക്കാല്ലേ? അതെ. എങ്ങനെയായി പാട്ടുകാരി ഇവിടം വരെ എത്തിയ? മ്യൂസിക്കൽ ജേണിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എൻ്റെ 3 വയസ്സ് തൊട്ടാണ്. 3 വയസ്സ് തൊട്ടേ ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പം എന്നായിട്ടുള്ള റിയാക്ഷനൊക്കെ കൊടുത്ത് താളമൊക്കെ അടിച്ച് അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം എൻ്റെ അപ്പൂപ്പനാണ് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ കൊച്ചിന് പാട്ട് ഇഷ്ടമാണെന്ന്. അങ്ങനെ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് പഠിക്കാൻ. ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് പോയത്. ശോഭന എന്ന് പറയുന്ന ടീച്ചറുടെ അടുത്ത്, നെടുമങ്ങാട് കരകുളത്തുള്ള ടീച്ചറാണ്. നെടുമങ്ങാട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പോയി കുറച്ച് നാൾ പഠിച്ചു. പിന്നെ ടീച്ചർ ക്ലാസ് നിർത്തിയപ്പോൾ പിന്നെ കുറച്ച് നാൾ, ഒരു 2-3 വർഷം ബ്രേക്ക് വന്നു. പിന്നീട് പന്തളം ബാലൻ സാറിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കറൻ്റ് ഒരു 6-7 വർഷമായിട്ട് സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. ബാലൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ. അതെ. ഞാൻ വിളിച്ച് പറയാം സ്റ്റുഡൻ്റ് ഇവിടെ എത്തിയിട്ടുള്ള കാര്യം. എന്നിട്ട് പിന്നെ സാറിൻ്റെ അസിസ്റ്റൻസ് ആണ് ഫുള്ളും. ഭയങ്കര ഒരുപാട് ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്ത് സാറുടെ ഗാനമേളയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടി. അങ്ങനെ രവീന്ദ്രൻ മാഷിൻ്റെ ഓൾമോസ്റ്റ് പാട്ടുകളെല്ലാം ഞാനൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് പന്തളം ബാലൻ്റെ ഗാനമേളയിലാണ്. അപ്പോൾ എവിടെ പോയാലും പാട്ടുകൾ പാടും. ഞാൻ അടുത്ത കാലത്ത് കണ്ട് സംസാരിക്കുന്ന സമയത്തും കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രവീന്ദ്രൻ സോങ്ങിനെ വിട്ടിട്ടില്ല, മൊത്തം പാടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാതി വഴിയിൽ നിർത്തിയിട്ടില്ല, മൊത്തം പാടണം. കാരണം അതിൻ്റെ ചില സ്ഥലങ്ങളിൽ വരുന്ന കുറേ സംഗതികളുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ മ്യൂസിക്കിലേക്ക് ആദ്യം ആകർഷിക്കണേ. അപ്പോൾ അത് കൊള്ളാം കേട്ടോ, ആ ജേണി കൊള്ളാം. ഇവിടെ ഓഡീഷന് എത്തുന്നത്, അതിന് ശേഷം പഠിത്തം. ഞാനിപ്പോൾ BA സോഷ്യോളജി ഫസ്റ്റ് ഇയർ ആണ്, മഹാത്മാഗാന്ധി കോളേജ്. അപ്പോൾ MG കോളേജിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. MG കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ കുറച്ചായേ ഉള്ളൂ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോഴത്തേക്കും ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, കിട്ടി. അപ്പം അവിടെ പറഞ്ഞു, അവർക്കൊക്കെ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം, ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ ഇവിടെ വരെ എത്തി. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഓഡിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു? എല്ലാവരും ഹാപ്പിയാണ്, പക്ഷേ ഇച്ചിരി കൂടുതൽ ഹാപ്പി അച്ഛനാണ്. പക്ഷെ അച്ഛൻ എന്തെങ്കിലും ഉപദേശിച്ചു എന്ന് വെച്ചാൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് കൊടുത്ത്, എവിടെ വരെ പോകുന്നല്ല, പറ്റുന്ന സ്റ്റേജിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ട്, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഒരുപാട് ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഉള്ള ആളായിരുന്നു. അപ്പോഴൊന്നും കിട്ടാതെ എനിക്കിപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പം അത് മാക്സിമം അതിന് പറ്റുന്ന ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അച്ഛനും അമ്മ എന്താ ജോലി ചെയ്യണേ? അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, അമ്മ ഹെഡ് നേഴ്സാണ്. രണ്ടൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. എങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വേറൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ? അത് പലതരത്തിൽ ഇടപെടുന്നത് നല്ല രീതിയിൽ പോയില്ലെങ്കിൽ പ്രശ്നമാവുന്ന ഏരിയാസാണ്. അപ്പം അച്ഛൻ എങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ്? ഏതൊക്കെ തരത്തിലാണ്? ജോലിക്ക് ഭയങ്കര ജെനുവലാണ് ജോലിയുടെ കാര്യത്തിൽ, അല്ലാതെ ഭയങ്കര ജോലിയാണ് അല്ലാതെ പൊതുവെ. അമ്മയാണെങ്കിൽ കുറച്ച് ജോലിയിൽ അത്യാവശ്യം ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരു ആണ്. അത്ര. അമ്മ ശരിക്കും മെന്റൽ ഹോസ്പിറ്റൽ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണ്. അമ്മ ആദ്യം മെന്റൽ ഹോസ്പിറ്റലായിരുന്നു, എന്നിട്ട് നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് അമ്മ തിരിച്ച് അവിടെ പോയപ്പോഴത്തേക്ക് അച്ഛൻ എവിടെ വന്നു? നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വന്നു. അത് കൊള്ളാമല്ലോ. നെടുമങ്ങാട് ആശുപത്രി നമ്മുടെയൊക്കെ ആശുപത്രിയാണ്. നമ്മൾക്ക് സ്ഥിരം ആശ്രയിച്ചില്ല. നമ്മളൊക്കെ പറയും നമ്മുടെയൊക്കെ ഇതല്ലേ, ഈ ആശുപത്രിയാണ് ഉണ്ടാക്കിയതെന്ന് പറയില്ലേ. അത് ഭയങ്കര ഒരു നൊസ്റ്റും കൂടിയാണ് ആശുപത്രിയെ കുറിച്ച് പറയുമ്പോൾ. കുറേ കൂടെ മാറണം, ഇനിയും സംവിധാനങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതല്ലാതെ എന്തൊക്കെയാണ് പരിപാടീസ്? അല്ലാതെ വീട്ടിലെ അനിയൻ അങ്ങനെ? എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി പാട്ട് ഉണ്ട്, പാടും. അങ്ങനെ ഒരുപാട് അങ്ങനെ അത്രയില്ല. രണ്ടുപേരുടെ പഠിക്കാൻ പോയത്. ടീച്ചർ നിർത്തിയപ്പോഴത്തേക്കും പിന്നെ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ വന്നില്ല. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോയി. ഇപ്പം എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി? ഇല്ല, ചേച്ചി ഇപ്പം JJ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അടിപൊളി. പാട്ടല്ലാതെ എന്താ പരിപാടിയെന്ന് ഞാൻ ചോദിച്ചാൽ, ഞാൻ സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണ്. അപ്പം അതും കൂടെ അതിന് വേണ്ടിയിട്ടുള്ളത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുത്ത പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതും ഒരു ജോലി, അത് വേറൊരു ജോലിയാണ്. ഇതിനകത്തൊരു അറിയാമല്ലോ, ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് നമ്മളാണ്, കണ്ടസ്റ്റൻസ് ആണ്. അപ്പം എന്തായാലും ആ തരത്തിലുള്ള പ്രഷർ ഉണ്ടാവും.
അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്ത് പോകുന്നതാണ് വിശ്വസിക്കുന്നത്? പ്രഷർ ഞാൻ ഓക്കെയാണ്, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് നമുക്കതിൽ ഒരുപാട് സ്ട്രെസ് ആവത്തില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഞാൻ ഓക്കെയാണ്, മാനേജ് ചെയ്യാൻ പോകാൻ പറ്റും. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് പറയണത്. മാനേജ് പോകാൻ പറ്റും, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറയുന്നത്. ആ കോൺഫിഡൻസിൽ എനിക്കും വിശ്വാസമുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ ഉള്ളിലതുണ്ട് എന്ന് മനസ്സിലാവണുണ്ട്. അപ്പോൾ പൊളിക്ക് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ കോൺഫിഡൻസ് ആയിരിക്കില്ല എന്നും എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ കാണാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു.